ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിനൊരുക്കമായുള്ള മംഗളവാർത്ത വീഡിയോ പരമ്പരയിൽ ഇന്നത്തെ ചിന്താവിഷയം പൂജ്യരാജാക്കന്മാരെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ പൂജ്യരാജാക്കന്മാരെ വൈസ്മെൻ, 3 കിങ്സ്, ഹോളി മാഗി, ദ മാഗി എന്നെല്ലാം അറിയപ്പെടുന്നു. ചരിത്രം പറയുന്നതനുസരിച്ച് ഇവർ അറബി നാട്ടിൽ നിന്നുള്ള ബെൽത്തേസർ, പേർഷ്യയിൽ നിന്നുള്ള മെൽസ്യർ, ഇന്ത്യയിൽ നിന്നുള്ള കാസ്പർ എന്നിവരായിരുന്നു. ലോകമെമ്പാടും കേരളത്തിലുൾപ്പെടെ ഇവരുടെ നാമധേയത്തിൽ നിരവധി ദേവാലയങ്ങളുണ്ട്. ദനഹ തിരുനാളിന് അല്ലെങ്കിൽ എപ്പിഫനി തിരുനാളിനാണ് ഈ പൂജ്യരാജാക്കന്മാരെ ഓർക്കുന്നത്. ലോകരക്ഷകനായ യേശു പിറന്നു കഴിഞ്ഞപ്പോൾ ലോകരക്ഷകനായ യേശുവിനെ കാണാനായി പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ഈശോയെ തേടിയെത്തി. അവർ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. രക്ഷകന്റെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ജ്ഞാനികളായിരുന്നു അവർ. കിഴക്ക് ആത്മീയ പ്രഭാവത്തിന്റെ കേന്ദ്രം എന്ന നിലയിലാണ് അറിയപ്പെട്ടത്. ഇവർ കിഴക്ക് നിന്ന് സഞ്ചരിച്ച് ജെറുസലേമിലെ രാജാവായ ഹെറോദേസിന്റെ കൊട്ടാരത്തിലെത്തി. യഹൂദരുടെ രാജാവ് എവിടെയാണ് ജനിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ചു. എന്നാൽ അതികൗശലക്കാരനായ ഹെറോദേസ് ആകട്ടെ, നിങ്ങൾ പോയി ആ രാജാവിനെ കണ്ട് ആ ദിവ്യശിശുവിനെ കണ്ട് ആരാധിച്ചു കഴിയുമ്പോൾ എനിക്കും വന്ന് ആരാധിക്കേണ്ടതിന് അദ്ദേഹം എവിടെയാണ്, ആ ശിശു എവിടെയാണ് എന്ന് എന്നോട് പറയണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ സ്വപ്നത്തിൽ ലഭിച്ച ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ ജ്ഞാനികൾ മറ്റൊരു വഴിയെ തിരിച്ചുപോയി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് പല സൂചനകളും നൽകാറുണ്ട്. പ്രത്യേകിച്ച് പാപവുമായി ബന്ധപ്പെട്ട് പാപജീവിതത്തിൽ നിന്ന് ഒഴിവായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നന്മയിൽ വളരാൻ ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ണീശോ നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.